സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് ബസ്സുകളിലെ യാത്ര എന്ന് പറയുന്നത് ഏറെ വിഷമം നിറഞ്ഞതാണ്. പെൺകുട്ടികളുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. കഴിഞ്ഞ ദിവസം പോലും സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയ വാർത്ത പുറത്തു വന്നിരുന്നു. മറ്റുള്ളവർ കയറുന്നതുവരെ കുട്ടികളെ പുറത്തു നിർത്തുക, അതുപോലെ തന്നെ സീറ്റിൽ ആളില്ലെങ്കിലും ഇരിക്കാൻ അനുവദിക്കാതിരിക്കുക, സീറ്റിൽ നിന്നും എഴുന്നേൽപ്പിക്കുക തുടങ്ങിയ കലാപരിപാടികളെല്ലാം ഇപ്പോഴും കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും ആവർത്തിക്കപ്പെടുമ്പോൾ കുറച്ചു മുൻപ് വൈറലായ ഒരു അനുഭവക്കുറിപ്പാണ് വീണ്ടും ശ്രദ്ധ നേടുന്നത്. വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ തുറന്നു കാണിക്കുന്ന പ്രസാദ് കൈതക്കലിന്റെ ആ കുറിപ്പ് ഇപ്പോഴും പ്രസക്തമാണ്. ബസ്സിലെ യാത്രക്കാരി സ്കൂൾ വിട്ടുവരുന്ന ഒരു പെൺകുട്ടിക്ക് സീറ്റ് ഒഴിഞ്ഞുകൊടുത്തതുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഇദ്ദേഹം വിവരിക്കുന്നത്. കുറ്റ്യാടിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ഒരു സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. ഇതിനിടെ ബസ് നടുവണ്ണൂരിലെത്തിയപ്പോൾ നിറയെ സ്കൂൾ കുട്ടികൾ കയറി. പുറകിലും മുമ്പിലുമുള്ള ഡോറുകളിലെ കിളിത്തൊഴിലാളികൾ ഉന്തിയും തള്ളിയും വഴക്കു പറഞ്ഞുമൊക്കെയാണ് കുട്ടികളെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. കൺസെഷൻ പാസ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ശത്രുക്കളോട് എന്ന പോലെ തന്നെയാണ് പല തൊഴിലാളികളും പെരുമാറുന്നത്. പുറത്തുകൂടിയിട്ട് ബാഗ് ഊരിയെടുത്ത് ഒറ്റക്കൈയിൽ തൂക്കിപ്പിടിച്ച് മുകളിലുള്ള കമ്പിയിൽ തൂങ്ങിപ്പിടിക്കാൻ എത്താത്തതുമൂലം മറ്റേ കൈകൊണ്ട് ഏതെങ്കിലും സീറ്റിൽ പിടിയുറപ്പിച്ച് സുരക്ഷിതരാവാനുള്ള വെപ്രാളത്തിലാണ് ഓരോ കുട്ടിയും. ഇതിനിടയിലാണ് തന്റെ സീറ്റിന് മുന്നിൽ പിടിച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്ന മെലിഞ്ഞു നീണ്ട ഒരു പെൺകുട്ടിക്ക് വേണ്ടി പുറകിലുണ്ടായിരുന്ന ഒരു യുവതി തന്റെ സീറ്റ് ഒഴിഞ്ഞുകൊടുക്കുന്നത്. പെൺകുട്ടി വേണ്ട വേണ്ട, ഞാൻ നിന്നോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ആ സ്ത്രീ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് കുട്ടിയെ അവിടെ പിടിച്ചിരുത്തി. തുടർന്ന് മുകളിലത്തെ കമ്പിയിൽ പിടിച്ചു തൂങ്ങി അവർ അതിനടുത്തായി നിൽക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടെ അവിടേക്കെത്തിയ ബസ്സിലെ കണ്ടക്ടർ കുട്ടി അവിടെ ഇരിക്കുന്ന കാഴ്ച കണ്ടതോടെ ക്ഷുഭിതനായിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ചില്ലറ പൈസയും കൊടുത്ത് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നു, എഴുന്നേൽക്കടി, ഇതാണ് ഇതിറ്റങ്ങളെ കയറ്റണ്ട എന്ന് പറയുന്നത് അഹങ്കാരികൾ. പിന്നെയും അയാൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ഇത് കേട്ട പേടിച്ചരണ്ട ആ പെൺകുട്ടി പതുക്കെ സീറ്റിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയതോടെ യുവതി അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തി. തുടർന്ന് കണ്ടക്ടറോട് ഇങ്ങനെ പറഞ്ഞു: ഞാനാണ് അവൾക്ക് സീറ്റ് ഒഴിഞ്ഞുകൊടുത്തത്. സ്കൂൾ കുട്ടികൾക്കെന്താ സീറ്റിൽ ഇരിക്കാൻ പാടില്ലേ? പാസുകാർ നിന്നാൽ മതി, ഫുൾ ടിക്കറ്റുകാർ ഇരിക്കട്ടെ. നിങ്ങൾക്ക് സീറ്റ് വേണ്ടെങ്കിൽ നിന്നോളൂ, അവിടെ വേറെ ആരെങ്കിലും ഇരുന്നോളുമെന്നാണ് അശ്ലീലം നിറഞ്ഞ പരിഹാസ ചുവയോടെ അയാൾ മറുപടി പറഞ്ഞത്. എന്നാൽ ഇത് കേട്ട് ഒരു വെല്ലുവിളിയെന്നോണം നിശ്ചയദാർഢ്യത്തോടെ ആ സ്ത്രീ അവൾ അവിടെ തന്നെ ഇരിക്കുമെന്ന് ഉറക്കെ പറഞ്ഞു. പിന്നീട് അവർ പറഞ്ഞ ഓരോ വാക്കുകളും ആ ബസ്സിലെ യാത്രക്കാരെ ഒന്നടങ്കം നിശബ്ദമാക്കുന്നതായിരുന്നു. കണ്ടക്ടറെ, നിങ്ങൾക്ക് എന്റെ അനുജന്റെ വയസ്സേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അനുജ എന്ന് തന്നെ വിളിക്കട്ടെ. അതിരാവിലെ വേണ്ടത്ര പ്രാതൽ പോലും കഴിക്കാതെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് വീട്ടിൽ നിന്നും ഓടിത്തുടങ്ങിയവരായിരിക്കും ഇവർ. സ്കൂളിൽ നിന്നും കിട്ടിയ ഉച്ചഭക്ഷണം മാത്രമായിരിക്കും കാര്യമായി ഇവർ കഴിച്ചിട്ടുണ്ടാവുക. അനുജൻ ഇവരുടെ കണ്ണിലേക്കും മുഖത്തേക്കും ഒന്ന് നോക്കി നോക്കൂ. ക്ഷീണിച്ചിരിക്കുന്ന ഈ കുട്ടികളെയല്ലേ നമ്മൾ സീറ്റിൽ ഇരുത്തേണ്ടത്? അവരല്ലേ ഇരിക്കേണ്ടവർ? അനുജൻ മെൻസസ് എന്ന് കേട്ടിട്ടുണ്ടോ? മാസമുറ. ഈ ചോദ്യം കേട്ടതോടെ ബസ്സിലുണ്ടായിരുന്ന ആൺകുട്ടികളിൽ ചിലർ ചിരിക്കാൻ തുടങ്ങി. മറ്റുള്ളവർ നിശബ്ദരാവുകയും കണ്ടക്ടർ ഒന്നും മിണ്ടാതെ നിൽക്കുകയുമായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നുണ്ട്. ഈ നിൽക്കുന്നവരിൽ അധികവും മെൻസസ് ആയി തുടങ്ങിയ കുട്ടികളായിരിക്കും. മെൻസസ് പീരിയഡ് അടുക്കുമ്പോൾ ശരീരത്തിൽ വിവിധങ്ങളായ ഹോർമോൺ വ്യതിയാനങ്ങളും മറ്റും നടക്കും. ചിലർക്ക് സഹിക്കാൻ കഴിയാത്ത വയറുവേദനയുണ്ടാകും, ചിലർക്ക് തലചുറ്റലും ക്ഷീണവും ഉണ്ടാകും. ഈ നിൽക്കുന്നവരിൽ ചിലരെങ്കിലും അങ്ങനെയുള്ള വേദന കടിച്ചമർത്തുന്നവരായിരിക്കും. ശരിക്കും അവർ ഈ വേദനയൊന്നും സഹിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല കേട്ടോ, അടുത്ത തലമുറയ്ക്കായാണ്. അവരല്ലേ ഇരിക്കേണ്ടത്? നമ്മൾ അവർക്കായി സീറ്റുകൾ ഒഴിഞ്ഞു കൊടുക്കുകയല്ലേ വേണ്ടത്? അത് നമ്മൾ പൊതുസമൂഹത്തിന്റെ കടമയല്ലേ? അവർ ഇത്രയും പറഞ്ഞതോടെ കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ കണ്ടക്ടർ ടിക്കറ്റ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് നടന്നു നീങ്ങി. ഇതിനു പിന്നാലെ അവരുടെ പുറകിലത്തെ സീറ്റിലെ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് മറ്റൊരു പെൺകുട്ടിയോട് മോളെ ദാ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ സീറ്റ് ഒഴിഞ്ഞുകൊടുത്തു. മടിച്ചു നിന്ന അവളെ അയാൾ നിർബന്ധിച്ച സീറ്റിലിരുത്തി. ആ സീറ്റിനപ്പുറത്തിരുന്നയാളും എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ സീറ്റും ഒരു പെൺകുട്ടിക്കായി ഒഴിഞ്ഞുകൊടുത്തു എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.